വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തിവരുന്നുണ്ട്. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസോർഡേഴ്സ്, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠന പ്രയാസവും പഠന വൈകല്യവുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തിവരുന്നു. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനേഴ്സ്മാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ വെബിനാറുകൾ നടത്തിവരുന്നു. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത് കോൺഷ്യസ് പാരന്റിംഗ് എന്ന ടോപ്പിക്കാണ്. ഇത് ലീഡ് ചെയ്യുന്നത് ആയിഷ അനൂപ് മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ആയിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. Okay, thank you so much. Thank you for the introduction. Thank you for the welcoming. അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞോ മാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സെഷന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്നാണ് ഫസ്റ്റ് സെഷനാണ്. കോൺഷ്യസ് പാരന്റിംഗ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് കോൺഷ്യസ് പാരന്റിംഗ് ആണ്. പാരന്റിങ്ങിൽ പലതരമുണ്ട്. നമ്മുടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കേണ്ട കാര്യം പാരന്റ്സിന് തന്നെയാണ്. പാരന്റിംഗ് ആണ് അതില് നല്ല പാരന്റിങ് അല്ലെങ്കിൽ പാരന്റിങ് അവയർനെസ്, ഇതെല്ലാം നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടി ഉള്ള കാര്യങ്ങളാണ്. നമ്മളാകെ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കുട്ടികൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്, കുട്ടികളുടെ വളർച്ച എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, പലതരത്തിലുള്ള പേടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ആ രീതിക്കാണ്. ഭയങ്കര വയലൻസ് ആണ്. മുമ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അനുസരണ ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റു തരം വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഈ കുട്ടികൾ ഈ തലത്തിൽ നിന്നെല്ലാം മാറി വയലൻസിലോട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വരെ ഭയങ്കരമോ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഓരോ ദിവസവും വരുന്ന വാർത്ത. കൊലപാതകങ്ങളും മയക്കുമരുന്നും മറ്റു പല വിഷയങ്ങളും ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് 2-3 ദിവസം മുമ്പ് വരെ കോഴിക്കോട് വെച്ചിട്ട് നമ്മൾ എല്ലാവരും പേടിച്ച് അല്ലെങ്കിൽ ഞെട്ടിപ്പോയൊരു വാർത്തയുണ്ട്. 15 വയസ്സായ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായ ഒരു സാഹചര്യം ഉണ്ടായി. അവരെ ഉപദ്രവിച്ചത് കൂടെയുള്ള സഹപാഠികളായ 12, 13, 11 വയസ്സുള്ള കുട്ടികളാണ്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ കുട്ടികളായ നമുക്കൊക്കെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. അവരെയൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ. ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളെയും ഇത് അനുഭവിക്കുന്ന കുട്ടികളെയൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം റീസൺ എന്താണ്? എന്തുകൊണ്ട് ഇതിങ്ങനെ വ്യാപകമായി നടക്കുന്നു? എല്ലായിടത്തും ഇത് തന്നെയാണ്. ഏത് തലത്തിലേക്ക് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. 14, 15, 16 ഈ പ്രായം, 17, 18 അതിൽ ഏറ്റവും കൂടുതൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് 10ാം ക്ലാസ്, 8, 9, 10, +1, +2 കാറ്റഗറിയിൽ വരുന്ന കുട്ടികളിലാണ് ഈ ഒരു അക്രമവാസനയൊക്കെ നമുക്ക്. അവരൊന്നും മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരേ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റുക, ഒന്ന് കുട്ടികളിലുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ്. കുട്ടികളിൽ സംഭവിച്ചിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പാരന്റിങ് തന്നെയാണ്. അവരിൽ സംഭവിക്കുന്ന ഏത് തരം അവസ്ഥയാണെങ്കിലും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ഇതിനെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടത് നമ്മളെ പോലുള്ള പാരന്റ്സ് തന്നെയാണ്. നമ്മളൊക്കെയാണ് അവരെ വളർത്തി കൊണ്ടുവരുന്നത്. അപ്പൊ അവരിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മുടെ കൂടെ നമ്മളെ കൈപിടിച്ച്
ജീവിച്ച് വളർന്ന മക്കളാണ്, അവർ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ നമ്മളിൽ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ ആവും ഇതിന് റീസൺ. എന്തുകൊണ്ട് എല്ലാ കുട്ടികളും ഇങ്ങനെയൊന്നും ആവുന്നില്ല? എല്ലാ കുട്ടികളും ഉണ്ട്, ഒരുപാട് കുട്ടികൾ നമ്മുടെ ലോകത്തുണ്ട്. എല്ലാ കുട്ടികളും ഈ തലത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു വിഭാഗം കുട്ടികൾ ഈ തലത്തിലേക്ക് പോകുന്നു. ഒരു വിഭാഗം കുട്ടികൾ ഈ ഉപദ്രവിക്കുന്ന ഒരു തരം കുട്ടികളും ഉപദ്രവം ഏൽക്കേണ്ടി വരുന്ന മറ്റൊരു തരം കുട്ടികളും. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവാണ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് സംഭവിക്കാനുള്ള റീസണും പാരന്റിങ് തന്നെയാണ്. പാരന്റിങ് തന്നെയാണ് അതിനുള്ള റീസൺ. സൊസൈറ്റിയിൽ ഫാക്ടർ എല്ലാം ശരി തന്നെയാണ്. സൊസൈറ്റിയിൽ ഇങ്ങനെ നടക്കുന്നു, മയക്കുമരുന്ന് വിൽക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ മയക്കുമരുന്ന് വാങ്ങുന്നത്, ശരി. പക്ഷെ ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ആളും ഒരു പാരന്റിന്റെ കുട്ടിയല്ലേ? അവരും ഇതുപോലെ തന്നെയല്ലേ അവസ്ഥ വരുന്നത്? അവരെ വളർത്തിയതിൽ വന്ന എന്തൊക്കെയോ ചില പാകപ്പിഴകൾ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന പാകപ്പിഴകൾ. നമ്മൾ മനഃപൂർവ്വം ആരും നമ്മുടെ കുട്ടികളെ നമ്മൾ കേടുവരുത്താനോ മോശമാക്കാനോ നമ്മൾ ആരും ശ്രമിക്കില്ല. നമ്മളുടെ സ്നേഹ കൂടുതൽ, ഇതൊക്കെ ആവും പല രീതിയിൽ ഇങ്ങനെയൊക്കെ എത്തുന്നത്. നിയന്ത്രിക്കേണ്ട സ്ഥാനങ്ങൾ നിയന്ത്രിക്കാതെയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെയും എല്ലാം അവരുടെ ഇഷ്ടത്തിന് എന്നുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. സംഭവിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നാൽ സമൂഹത്തിൽ നിന്ന് ഇതെല്ലാം ലഭ്യമാകുന്നുണ്ടെങ്കിൽ ആ ലഭ്യമാകുന്ന ആളും ഇതുപോലെ ഒരു പാരന്റിങ് കഴിഞ്ഞു വന്ന ആളാണ്. അവർക്ക് അവരുടേതായ റീസൺ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, അവരങ്ങനെ ആവാൻ വേണ്ടി. ഇത് വിൽക്കപ്പെടുന്നു, വാങ്ങുന്നവരും ഇതേ അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട് ഇത് വാങ്ങാത്ത, ഇതൊന്നും മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്താൽ പോലും എനിക്കിത് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ തക്കുന്ന വിധം ഉള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റുന്ന വിധം തരത്തിലുള്ള കുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെന്തുകൊണ്ട് ആ കുട്ടികൾക്ക് അത്രയേറെ ഉറപ്പോടുകൂടി പറയാൻ സാധിക്കുന്നു? മറ്റുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? ഈ ഉറപ്പോടുകൂടി എനിക്കിത് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന കുട്ടികൾ വളരെ നല്ല രീതിയിൽ പാരന്റിങ് കിട്ടിയ കുട്ടികൾ തന്നെ ആയിരിക്കും. അവർക്ക് അതിൻ്റെതായ റീസണോട് കൊണ്ടാണ്. ഇതെനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് ഓക്കെ അല്ല, അതുകൊണ്ടല്ല, അവരത് തക്കതായ റീസൺ കൊണ്ട് തന്നെയാണ് അവരത് വേണ്ടെന്ന് പറയുന്നത്. ചിലപ്പോ ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ, നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നോക്കിയപ്പോ ഒരു കുട്ടിയുടെ അനുഭവം കേൾക്കാനിടയായി. ആ കുട്ടി പറഞ്ഞത്, കുട്ടിയുടെ കൂടെയുള്ള കൂട്ടുകാര് MDMA ഉപയോഗിക്കാൻ വേണ്ടി മുന്നിലേക്ക് നീക്കി കൊടുത്തു, നീ ഇത് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നിനക്ക് വേണ്ട, നീ ഇത് ഉപയോഗിച്ച് നോക്ക് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മറ്റൊരു റീസണും ഇല്ല. ഇതിന്റെ ശാരീരികമായിട്ടുള്ള വരുന്ന ബുദ്ധിമുട്ട്, മറ്റുള്ള അഡിക്ഷൻ, ഒരു കാര്യത്തെ പറ്റി ആ കുട്ടി ബോധവല്ല. കുട്ടി പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് വിഷമമാകും, ഞാനത് ഉപയോഗിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് വിഷമമാകും, അതുകൊണ്ട് എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അത് മാത്രമേ ആ കുട്ടിന്റെ മുന്നിലുള്ള റീസൺ ഉള്ളൂ. മറ്റൊന്നിനെ പറ്റി ആ കുട്ടി ആലോചിക്കുന്നില്ല. ആ ഒരേ ഒരു കാരണം കൊണ്ട് ഈ കുട്ടി ഈ സാധനം എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു. ഇതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ നമ്മൾ അവർക്ക് കൊടുക്കണം. ഇത് വേണ്ട എന്ന് പറയാൻ, നമുക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള റീസൺ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഉണ്ടാക്കേണ്ടുന്നത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് നീ അതൊന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലൂടെ സംഭവിക്കില്ല. വളരെ കൃത്യമായ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഓരോ ഘട്ടവും നമ്മൾ നോക്കിക്കണ്ട് വളർത്തിയെടുത്താൽ മാത്രമേ ഇതെല്ലാം സാധ്യമാവുകയുള്ളൂ. എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഓരോ ഘട്ടത്തിലും അവരുടെ കൂടെ നമ്മൾ വേണം. അത് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ആവും ചെയ്യരുത്. ഇങ്ങനെയാണ് ഒരു പാരന്റിങ്, അല്ലെങ്കിൽ ഒരു പാരന്റ് ഒരാളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ജനനഘട്ടം തൊട്ടിട്ട് വളർന്നു വലുതാവുന്നത് വരെയും പാരന്റിങ് എന്നത് വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
തന്നെ ആ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ ആ പാരന്റിങ് ലഭിച്ച അല്ലെങ്കിൽ വളർന്ന ചൈൽഡ്ഹുഡ് കാലഘട്ടം ആ ഒരു സമയത്തിൽ ആ കുട്ടിക്ക് ലഭിച്ച പാരന്റിങ് അത് നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് മാത്രം മതി ആ കുട്ടിക്ക് തലയെടുപ്പോടു കൂടി അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു കൂടി ജീവിക്കാൻ. അതേസമയം അവിടെ ലഭിച്ചിട്ടുള്ള ട്രോമകളോ മറ്റുള്ള പ്രശ്നങ്ങളോ കാരണം ആ കുട്ടി എവിടെ തന്നെ ചെന്ന് പോയാലും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി കോൺഫിഡൻസോടു കൂടി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഒപ്പമുള്ളതിനെ എല്ലാം വിശ്വാസക്കുറവ് വരുന്ന കുട്ടികളുണ്ടാവും. എല്ലാവരോടും ദേഷ്യം വരുന്ന കുട്ടികളുണ്ടാവും. കൂടെയുള്ളതിനോട് എല്ലാത്തിനോടും ഇവർക്ക് ദേഷ്യമായിരിക്കും. മറ്റൊരാൾ വിജയിക്കുന്നത് കാണുന്നത് പോലും ദേഷ്യമായിരിക്കും. നമ്മുടെ ഒപ്പമുള്ള സഹപാഠിക്ക് കിട്ടുന്ന മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ലഭിക്കുന്ന വിജയമോ പോലും താങ്ങാൻ ശേഷിയില്ലാത്ത തരത്തിലേക്ക് ഈ കുട്ടികൾ വളർന്നിട്ടുണ്ടാകും. ഇതെല്ലാത്തിന്റെയും ഡെഫിനറ്റ്ലി ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് പാരന്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഈ പാരന്റിങ്ങിൽ വരുന്ന ഈ ഒരു പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പാരന്റിങ് അവയർനെസ്സും പാരന്റിങ് സെഷൻസും ഒക്കെ കൊടുത്ത് പാരന്റ്സ് അതിന് വില്ലിങ് ആയിരിക്കണം. നല്ലൊരു പാരന്റ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ പാരന്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഓരോ പാരന്റ്സും മാറിയിരിക്കണം. അവര് മുന്നിട്ട് ഇറങ്ങുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ ഇത്രയും സമയം കൊണ്ട് കൊടുത്ത പാരന്റിങ് കാരണം കുട്ടികളിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളെ മാറ്റിയെടുക്കാനും ഓരോ പാരന്റ്സും വില്ലിങ് ആയിരിക്കണം. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി ഈ പറഞ്ഞ പോലെ കോൺഷ്യസ് പാരന്റിങ് എന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കോൺഷ്യസ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും അവരുടെ ഭാവിയിൽ എങ്ങനെ ബാധിക്കും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെ അവരുടെ ഭാവിയിൽ ഇത് ബാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് കൊണ്ടുപോകുന്നതിനെയാണ് കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക് നാളെ അവർക്ക് ഇത് എങ്ങനെ ബാധിക്കും എന്ന് ഇന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. എന്റെ അപ്പത്തെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ, എന്റെ അപ്പത്തെ ദേഷ്യം തീർക്കാൻ, എനിക്ക് അപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് തീർക്കാൻ അത് ഞാൻ എന്റെ കുട്ടിയോട് ആ ഒരു ദേഷ്യം കൊണ്ടാണ് ഞാൻ എന്റെ കുട്ടിയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് അവരുടെ ലൈഫ് ലോങ് അവരുടെ കൂടെ ഒരു ത്രെറ്റനായി ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അപ്പത്തെ ദേഷ്യത്തെ അല്ലെങ്കിൽ അപ്പത്തെ പ്രശ്നത്തെ ഫ്രസ്ട്രേഷനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ കൂടെ ക്ഷമയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൺഷ്യസ് പാരന്റിങ്. അത് കോൺഷ്യസ് പാരന്റിങ് ആണ്. ഭാവിയെ പറ്റി ചിന്തിച്ചുകൊണ്ടുള്ള പാരന്റിങ്. പ്രസന്റ് ടൈംസിനെ മാത്രമല്ല ഫ്യൂച്ചറിനെ കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് അവർക്ക് ഓരോന്നും ഓരോ ഘട്ടത്തിലും കൊടുക്കേണ്ട തരത്തിലുള്ള കൊടുത്തുകൊണ്ട് വളർത്തുന്ന പാരന്റിങ്. ഇതിനെയാണ് കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയാ. ഈ കോൺഷ്യസ് പാരന്റിങ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ പാരന്റിങ്ങിൽ വരുന്ന പല വിഷയങ്ങളിൽ ട്രോമ കുട്ടികളിൽ ഉണ്ടാക്കുമ്പോൾ, കുട്ടികളിൽ വിശ്വാസമില്ലായ്മ ഉണ്ടാക്കുമ്പോൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, അവരുടെ കൂടെ നിൽക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ നിൽക്കാതെ ആവുമ്പോൾ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാതെ അവരുടെ വാശിക്ക് നിന്ന് കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ കുട്ടികൾ തെറ്റായ ഡയറക്ഷനിലേക്ക് പോകും. അടുത്ത വിഷയം വീടുകളിൽ നടക്കുന്ന മറ്റു പല പ്രശ്നങ്ങൾ. വീട്ടിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും മറ്റുള്ളവരും വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ കുട്ടികൾ കണ്ടു വളരുന്നു. ഈ കുട്ടികൾക്ക് സമാധാനമായ അന്തരീക്ഷം എന്താണെന്ന് അറിയുന്നില്ല. ജീവിതം എന്നാൽ ഇതുപോലെ അടിയും വഴക്കും ഒക്കെയാണ് എന്നുള്ള രീതിയിൽ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറി പോകുന്നു. ഈ കുട്ടികൾ പുറത്തിറങ്ങിയാലും ഈ രീതിയിലൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂ. തന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ കുട്ടി കാണണം തന്റെ വീട്ടിലുള്ള പെൺകുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, തന്റെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഒരു അച്ഛൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിന്റെ ഒപ്പമുള്ള സഹപാഠികളായ പെൺകുട്ടികളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അവരെ നല്ല രീതിയിൽ വേണം അവരോട് പെരുമാറാൻ എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരിതെല്ലാം കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അവർ നമ്മളെപ്പോഴും ഓൾവേസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളെ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് കൂടി ആ കുട്ടി നോക്കും. ഞാൻ ഇവരോട് ഇങ്ങനെ പെരുമാറുന്നു, എന്നോട് എന്തുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറാൻ പറയുന്നു എന്ന് ആ കുട്ടി ചോദിച്ചിട്ടില്ലെങ്കിലും സ്വയം ചിന്തിക്കും.
അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും എന്നുള്ള രീതിയിലോട്ട് ഈ കുട്ടിയുടെ ചിന്താഗതി മാറുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യം പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം. നമ്മൾ കുട്ടികളോട് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള മര്യാദ നമ്മളും കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരോട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവര് കൺഫ്യൂസ്ഡ് ആയി പോവില്ലേ? അതെന്തുകൊണ്ട് എന്നോട് വേണ്ടാന്ന് പറയുന്നു? അവർക്ക് ആൾവേസ് എല്ലാവർക്കും നമ്മൾ വേണ്ട എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള ആ ഒരു രീതി അവർക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വേണ്ട എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ആ കുട്ടി അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു? ആ വേണ്ട എന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് മോനെ, അതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറയുന്നത്. ആൾസോ അത് നമ്മൾ ചെയ്യാനും പാടില്ല, നമ്മൾ ചെയ്യാതിരിക്കണം. നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കി കൊടുക്കണം. ജീവിതം കണ്ടാണ് കുട്ടികൾ വളരുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് ആൾവേസ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറിത്തിങ്, നമ്മൾ പറയുന്ന സംസാരം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ജസ്റ്റേഴ്സ് എല്ലാം അവർ കോപ്പി ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള അവരുടെ കൂടെയുള്ള നമ്മളെ തന്നെയാണ്. അതിനുശേഷമാണ് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന മൊബൈലും ഇന്റർനെറ്റും അല്ലെങ്കിൽ യൂട്യൂബും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്കും അവരുടെ ശ്രദ്ധ പോകും. അതും അവരെ ബാധിക്കും. ഇതിനേക്കാൾ കൂടുതൽ ഇവർ ബാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അവർ തെറ്റായ ഡയറക്ഷനിലേക്ക് പോകും. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ വാല്യൂസ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഓരോന്നും കൃത്യമായ വാല്യൂ ഉണ്ട്, കോർ വാല്യൂ ഉണ്ട്. ഇതെല്ലാം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുടെ വാല്യൂ എന്താണെന്ന് അവർക്ക് അറിയണം. അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾക്ക് എത്രത്തോളം വിലയുണ്ടെന്നും വാല്യൂ ഉണ്ടെന്നും ഇതെങ്ങനെയാണ് ലഭിക്കുന്നതെന്നും അവർ മനസ്സിലാക്കിയിരിക്കണം. ഇതെല്ലാം നമ്മൾ കൃത്യമായ അളവിൽ കൊടുക്കണം. വളരെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ലാഘവത്തോടു കൂടി കാണാൻ പറ്റിയ കാര്യമല്ല. ഒരു കുട്ടിയെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത്, അവരുടെ ഹൃദയത്തിൽ അത് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ വാശി പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ നിന്റെ അച്ഛനാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ നീ ചെയ്തേ പറ്റൂ എന്നല്ല. അങ്ങനെ പറയുമ്പോൾ അവരനുസരിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മളെ പേടിച്ചുകൊണ്ട് അവരതനുസരിക്കും. ശരിയാണ്, അവരനുസരിക്കും. നമ്മളെ പേടിച്ചുകൊണ്ട് അനുസരിക്കും. നമ്മളില്ലാത്ത, നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത, നമ്മൾ കാണാത്ത ഒരു സമയത്ത് ഡെഫിനറ്റ്ലി അവരത് ചെയ്യും. കാരണം അതിന്റെ ദൂഷ്യവശങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല. നമ്മൾ ഒരേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയാണ്, ഞാൻ നിന്റെ അച്ഛനാണ്, നീ വേണ്ടെന്ന് പറഞ്ഞാൽ നീ വേണ്ട, വേറൊന്നും ഇങ്ങോട്ടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ രീതിയിലാണ് നമ്മൾ പാരന്റിങ് എന്ന് വെച്ചാൽ, ഈ രീതിയിലാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ഡെഫിനറ്റ്ലി അവരത് ചെയ്യും. പിന്നെന്തുവാണ് അതിനോണ്ടുള്ള കാര്യം? 24 മണിക്കൂർ 24/7 നമ്മുടെ കുട്ടികളോട് നമുക്ക് നിൽക്കാൻ സാധിക്കില്ലല്ലോ. നമുക്ക് മാറിപ്പോവേണ്ട, അല്ലെങ്കിൽ അവരെ ഒറ്റയ്ക്ക് വിടേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഒരു സമയം കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവര് ഒരുമിച്ച് ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിതം ജീവിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാം വാല്യൂസ് എന്താണ്, എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു, അതിനുള്ളൊരു റീസൺ ഉണ്ട്, പ്രോപ്പർ റീസൺ ഉണ്ട്. ആ റീസൺ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. ചെറിയ പ്രായം തൊട്ടേ ചെയ്യണം. ചെറിയ കുട്ടിയല്ലേ, അവര് ചോദിക്കണതല്ലേ, അവർക്ക് ബുദ്ധിമുട്ടിക്കേണ്ട, അവര് വിഷമാവണ്ട എന്നല്ല. കൊടുക്കാൻ പാടില്ലാത്തതാണെങ്കിൽ കൊടുക്കരുത്, അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നും അവരോട് പറയണം. ആ സമയത്ത് ഇതെല്ലാം ചെയ്തു കൊടുത്ത് ഒരു 14-15 വയസ്സായ സമയത്ത് നമ്മൾ റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഭയങ്കര അറോഗൻസ് ആയിരിക്കും. അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വീട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കാതെ ട്രസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്നേഹവും ഒക്കെ വരുമ്പോ, സ്നേഹമൊന്നും കൊടുക്കാത്ത സാഹചര്യങ്ങൾ വരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ വീണ്ടും അവര് റിബൽ ആയിക്കൊണ്ടേയിരിക്കും. നമ്മളോട് ദേഷ്യമായിരിക്കും. അവർ അവരുടേതായ കംഫർട്ട് സോണും അവരുടേതായ ആളുകളെയും തേടിപ്പോകും. അത് പല രീതിയിലായിരിക്കും. പല രീതിയിലുള്ള ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിലൊക്കെ ഇവര് റോങ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോകും. അവർക്ക് വേണ്ടത് അവർ അംഗീകരിക്കുന്ന ആളുകളെ ആയിരിക്കും. അവർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അംഗീകരിക്കുന്ന ആളുകളെ അവര് തേടി പോകും. അതിന്റെ ദൂഷ്യവശങ്ങൾ അവർ ചിന്തിക്കില്ല, അവര് നമ്മളോട് പറയില്ല, നമ്മളോട് പറയാനുള്ള സ്പേസും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഡെഫിനറ്റ്ലി റോങ് ആയ ഡയറക്ഷനിലേക്ക് പോവും.
ത്രീ ടൈപ്സ് ഓഫ് പാരന്റിങ്. ഇതുപോലെ തന്നെയാണ് ത്രീ ടൈപ്സ് ഓഫ് പാരന്റിങ് എന്ന് പറയുന്നത്. ത്രീ ടൈപ്സ് ഓഫ് പാരന്റിങ് എന്ന് പറയുമ്പോൾ, ഒന്ന് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടി എന്താണോ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന, അതുപോലെ ചെയ്തു കൊടുക്കുന്ന, അതിന്റെ നല്ലതും ചീത്തയും ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി അത് മാത്രം ചെയ്തു കൊടുക്കുന്ന പാരന്റിങ് ആണ് ത്രീ ടൈപ്സ് ഓഫ് പാരന്റിങ്. ഫസ്റ്റത്തെ പാരന്റിങ്, ത്രീ ടൈപ്സ് ഓഫ് പാരന്റിങ്ങിൽ ഫസ്റ്റത്തെ പാരന്റിങ് ആണ് എല്ലാം അവരുടെ ഇഷ്ടത്തിന്, അവരോട് ഒന്നും നോ എന്ന് വാക്കേ അവരോട് പറയില്ല. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും, എല്ലാം അവരുടെ ഇഷ്ടത്തിന്. രണ്ടാമത്തെ പാരന്റിങ് എന്ന് പറയുന്നത് അവരോട് എല്ലാം റിജക്റ്റ് ചെയ്യും. ചിലതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും, പക്ഷെ അവരോട് നോ എന്ന് പറഞ്ഞാൽ നോ എന്നാണ്. അതിന്റെ റീസൺ എന്താണെന്നൊന്നുമില്ല. ഞാൻ നിന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ്, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ചെലവിന് തരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നീ ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. അതിന്റെ റീസൺ എന്താണ്, പ്രോപ്പർ റീസണിങ് ഒന്നും നീ ചോദിക്കേണ്ട ആവശ്യമില്ല. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പോകുന്ന പാരന്റിങ്. രണ്ടാമത്തെ പാരന്റിങ് അങ്ങനെയാണ്. മൂന്നാമത്തെ എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർ റീസൺ പറഞ്ഞു കൊടുത്ത്, നല്ലതിന് നല്ലതാണെന്നും ചീത്തയെ ചീത്തയാണെന്നും പറഞ്ഞു കൊടുത്ത്, അവരുടെ കൂടെ നിർത്തി മനസ്സിലാക്കി കൊടുത്ത്, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുകയും ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതോടൊപ്പം അതിന്റെ തെറ്റും നല്ലതും പറഞ്ഞു കൊടുക്കും. ചില സാധനങ്ങൾ ഇഷ്ടമുള്ളതാണെങ്കിലും അത് വാങ്ങിക്കൊടുക്കാൻ പാടില്ലാത്തതാണെന്ന് എന്നുണ്ടെങ്കിൽ അതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ എനിക്കത് വേണ്ട എന്ന് പറയിപ്പിക്കുന്ന രീതി. ഇതാണ് മൂന്നാമത്തെ പാരന്റിങ്. ഇതിൽ ഏറ്റവും നല്ല പാരന്റിങ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പാരന്റിങ് ആണ്. ആദ്യത്തെ പാരന്റിങ് അവരെ വളരെ ഭയങ്കരമായ രീതിയിൽ എന്ത് ചെയ്യും, വഷളാക്കി കൊണ്ടുവരും. രണ്ടാമത്തെ പാരന്റിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ട്രോമയും മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ എന്തുണ്ടാകും, ഡിസോർഡേഴ്സും ട്രോമയും ഒരുപാട് വിഷയങ്ങൾ, ഫിയറും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പുള്ള ഒന്നാണ് രണ്ടാമത്തെ പാരന്റിങ് എന്ന് പറയുന്നത്. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ അവർക്ക് പേടിയാവും, ഓരോ കാര്യത്തിനോടും അവർക്ക് പേടിയാവും. എന്ത് തരം വിഷയമാണെങ്കിലും അതിനൊക്കെ അഭിമുഖീകരിക്കാൻ ഈ കുട്ടികൾക്ക് പേടിയായിരിക്കും രണ്ടാമത്തെ പാരന്റിങ്ങിലൂടെ. മൂന്നാമത്തെ പാരന്റിങ്ങിൽ തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാനും വേണ്ടത് വേണമെന്നും വേണ്ടാത്തത് വേണ്ട എന്നും പറയാനുള്ള ശക്തിയും ആർജവും ലഭിച്ചുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ചിട്ടയോട് കൂടി ജീവിക്കുന്ന ജീവിതമായിരിക്കും രണ്ടാമത്തെ പാരന്റിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാരന്റിങ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പാരന്റിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട, നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തെ തരത്തിലുള്ള പാരന്റിങ് ആണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് കോൺഷ്യസ് പാരന്റിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയുമ്പോൾ, നമ്മൾ ആ ഒരു ഭാവിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇവരെ ഓരോ ഘട്ടത്തിലും വളർത്തേണ്ട സാഹചര്യം വളർത്തിയെടുക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളിലും അവർ ഓക്കെ ആയിരിക്കും. അവിടെ നമുക്ക് അവരുടെ മുന്നിൽ എന്ത് ഡിസ്ട്രാക്ഷൻസ് വന്നാലും അവർ നോ എന്ന് പറയും. അത് കരിയർ ബേസ്ഡ് ആണെങ്കിലും ഇതുപോലെ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ്, മയക്കുമരുന്ന് മറ്റുള്ള വിഷയങ്ങൾ വരുമ്പോഴാണെങ്കിലും, ഒരാളെ ഉപദ്രവിക്കുന്ന സാഹചര്യമാണെങ്കിലും, മോശമായ ഏത് സാഹചര്യമാണെങ്കിലും അവർക്ക് അവിടെ നോ പറയാൻ സാധിക്കും. അവർക്ക് ഫിയറോ ആൻസൈറ്റിയോ ടോക്സിസിറ്റിയോ ഒന്നും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. അത് അവരുടെ ലൈഫിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ എല്ലാം വളരെ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. നമ്മുടെ ലൈഫ്, നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ ഫാമിലി ലൈഫും കണ്ടു വളരുന്ന മക്കൾ അത് നല്ലതാണെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ലൈഫും അതുപോലെ തന്നെ പോകും. അവരുടെ റിലേഷൻഷിപ്പും അവരുടെ ഫാമിലി ലൈഫും ബെറ്റർ ആയിരിക്കും. അതിൽ പ്രോബ്ലംസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. നമ്മളുണ്ടാക്കുന്ന അടിയും മറ്റു വഴക്കുകളും പ്രശ്നങ്ങളും ഡിവോഴ്സി ആയിട്ടുള്ള പാരന്റ്സും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം അവരുടെ ലൈഫിനെ ബാധിക്കുന്നു. ഇതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ പാരന്റിങ് കൊടുക്കുന്നത് എങ്കിൽ ഇതെല്ലാം ഇവരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ് പാരന്റിങ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, ചെറിയ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഇവരെല്ലാം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അവരോടാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കണം വളർത്തിയെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിക്കും, ചെറിയ കുട്ടിയല്ലേ, 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടി എന്ത് പറഞ്ഞാൽ മനസ്സിലാവാനാണ്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നോക്ക്. അപ്പൊ മനസ്സിലാവും അതിന്റെ വ്യത്യാസം എത്രയാണെന്ന്. അവര് നിന്ന് വാശി പിടിക്കാവും, എനിക്കത് കിട്ടാണ്ട് ഞാൻ കരച്ചില് മാറ്റില്ല എന്നുള്ള കരഞ്ഞു കഴിഞ്ഞാൽ എന്തും ലഭിക്കും. ഇതാണ് അവരുടെ മൈൻഡിലോട്ട് കയറുന്നത്. കരഞ്ഞ വിചാരിച്ച കാര്യം എന്ത് തന്നെയാണെങ്കിലും അവർക്ക് ലഭിക്കും. ഈ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അവർക്ക് അതിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാവുന്ന തരത്തിലുള്ള ബുദ്ധി വികാസമൊക്കെ അവർക്ക് ഉണ്ട്. എന്നിട്ട് അവര് തന്നെ നമ്മളോട് പറയും, എനിക്കിത് വേണ്ട, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് സാരല്ല, പിന്നെ മതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്കിത് വേണമില്ല എന്ന് പറയുന്ന രീതിയിൽ കുട്ടികൾ വളർന്നിട്ടുണ്ടാവും. നമ്മളത് പറയുമ്പോഴേ മനസ്സിലാവാറുള്ളൂ. ഒരേ സമയം ഭയങ്കര ടോക്സിക് ആയിട്ട് അരോഗൻസ് ആയിട്ട് ഞാൻ ഇത് നീ ഉപയോഗിക്കേണ്ട, നിനക്കിത് വേണ്ട, നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുമ്പോഴും അതേസമയം ഇതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുമ്പോഴും 2 തരത്തിലുള്ള പ്രതികരണമാണ് അവരിൽ ഉണ്ടാവുക. ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ അവർക്ക് അത് വേണമെന്ന് നിർബന്ധമായിട്ടുള്ള വാശിയായിരിക്കും. ആ വാശിയുടെ പേരിൽ കരച്ചിലും ബഹളവും മറ്റുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ തരത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിക്കൊണ്ട് അവര് തന്നെ നമ്മളോട് പറയും, വേണ്ട, ഇറ്റ്സ് ഓക്കെ, അത് സാരല്ല രീതിയിൽ അവരെത്തും. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞതാണോ അത് അവർ കൃത്യമായി അനുസരിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അത് അങ്ങനെയാ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഷ്യസ് പാരന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. കുട്ടികളെ വളർത്തുമ്പോൾ പാരന്റിങ് ഫോളോ ചെയ്യുമ്പോൾ കോൺഷ്യസ് പാരന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ. സൊസൈറ്റി കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും സൊസൈറ്റി എന്തുണ്ട്, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പാരന്റിങ്ങിനോടൊപ്പം ഒരു അച്ഛനും അമ്മയും മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് പാരന്റിങ്. കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നമ്മുടെ കുട്ടി, അവര് നമ്മുടെ മാത്രം കുട്ടി എന്ന് പറയുമ്പോഴും ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ ഒക്കെ പൂർവികരുടെ ജീനും ഒക്കെ ഇവരുടെ ഏതൊക്കെയോ തലത്തിൽ അതിന്റെയൊക്കെ ജീൻ ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവും. അതൊക്കെ ഇവരിൽ ഉണ്ടാവും. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരു കുട്ടി മുഴുവനായി അത് മാത്രമല്ല അതിന്റെ ആത്മാവുള്ളത്. അതിന്റെ ജീനിൽ പഴയകാല അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ ജീനെല്ലാം കയറിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ കുട്ടി വന്നിട്ടുണ്ടാകുക. അതിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഈ കുട്ടിയിൽ ഉണ്ടായിരിക്കും. നമ്മൾ ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ, നമ്മുടെ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഹസ്ബൻഡിന്റെ പോലെ ആയിരിക്കില്ല, വൈഫിന്റെ പോലെ ആയിരിക്കില്ല, എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ഇവരുടെ ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദറിന്റെയോ അല്ലെങ്കിൽ അങ്കിൾമാരുടെയോ ഈ പല രീതിയിലൊക്കെ ഇവരുടെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ ജീൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജീൻ അവരിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ നല്ല തരത്തിലുള്ള മോശം തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും ചിലപ്പോൾ ഈ കുട്ടികളിലേക്ക് വന്നിട്ടുണ്ടാവും. അത് പിന്നെ നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ അവര് കാണിക്കും, മോശമാണെങ്കിൽ മോശം രീതിയിൽ അവരത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കുട്ടികളെ നമ്മൾ അപ്പോ കൊടുക്കുന്ന അവയർനെസ്സും കാര്യങ്ങളും കൊണ്ട് ഈ കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. സൊസൈറ്റിയിൽ ഫാക്ടർ എന്ന് പറയുന്ന തെറ്റുകൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാഹചര്യം ഇങ്ങനെ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലെ കുട്ടി വളരുന്ന വെച്ചാൽ കുട്ടിക്ക് കാണുന്നതെല്ലാം ശരിയാണ്. വീട്ടിൽ മോശം വാക്കുകൾ മാത്രം കൂടുതലായിട്ട് പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ ഓരോ തമാശ വാക്ക് പോലെ മോശം വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു വീട്ടിലാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മോശം വാക്കുകൾ സംസാരിക്കുമ്പോൾ വരിക എന്നുള്ളത്. ആ കുട്ടിക്ക് അതൊരു തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടി ജനിച്ചപ്പോ തൊട്ട് കാണുന്നത് വളരെ കോമൺ ആയി, വളരെ നോർമലായി ഇതുപോലെയുള്ള വാക്കുകൾ സംസാരിക്കുന്ന തന്റെ വീട്ടുകാരെയാണ്, തന്റെ കൂടെയുള്ളവരെയാണ്. അപ്പൊ അതിൽ തെറ്റിയ കുട്ടിക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ്, ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് കുട്ടി വളർന്നു വരുന്നത് എങ്കിൽ തീർച്ചയായും അത് ആ കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ തെറ്റെന്താണോ ശരി എന്താണോ എന്നുള്ളത് അവരിലേക്ക് എത്തിക്കേണ്ട മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും
ഓരോ രക്ഷിതാവിൻ്റെതുമാണ്. വി ആർ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി. അവരിൽ വരുന്ന ഓരോ തെറ്റുകൾക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിരിക്കണം. അവരിൽ വരുന്ന ഓരോ തെറ്റുകൾക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിരിക്കണം. ഇപ്പോ തമാശയ്ക്ക് പറയുന്നത് പോലെ നമ്മൾ വീടുകളിൽ ഉണ്ടാവുന്ന പൊതുവെ സംസാരമാണ്, കുട്ടികൾ നല്ലത് കാണിക്കുമ്പോൾ പറയും എന്റെ മോനാണ് എന്റെ മോളാണ് പറയും. അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നമ്മള് കുട്ടികളിൽ കാണുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും അത് അങ്ങനെയല്ലേ വരും, അത് എന്റെ കുട്ടിയല്ലേ പറയും. അല്ലേ? ദെൻ കുട്ടികൾ മോശമായിട്ടുള്ള അവരിൽ എന്തെങ്കിലും വാശിയോ മറ്റു തരത്തിലോ കാണുമ്പോൾ നമ്മൾ നേരെ ഉൾട്ടടിക്കും, അതെങ്ങനെ നിങ്ങളുടെ മോനല്ലേ, അത് അങ്ങനെയല്ലേ വരൂ പറയും. നമ്മൾ നല്ലതാണെങ്കിൽ ഭയങ്കര നമുക്ക് ഉത്സാഹമായിരിക്കും അത് ഏറ്റെടുക്കാൻ, നമ്മുടെ കുട്ടിയാണെന്ന് പറയാൻ. മോശമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ കുട്ടിയല്ല? അവരിൽ കാണുന്ന മോശം പ്രവർത്തികൾക്കും എന്താണ് നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പൊ വേഗം നമ്മുടെ അടുത്തുള്ള പാർട്ട്ണറെ ഏൽപ്പിച്ചു കൊടുക്കും, നിന്റെ മോളല്ലേ അത് അങ്ങനെ വരൂ പറയും, അല്ലെങ്കിൽ നിന്റെ മോനല്ലേ അത് അങ്ങനെയല്ലേ വരൂ പറയും. നല്ലതാകുമ്പോ എന്റെ കുട്ടിയല്ലേ അത് അങ്ങനെയല്ലേ വരും. ഇത് ഒരു നോർമൽ ടോക്കാണ്. പക്ഷെ ഈ ടോക്കിന്റെ ഒരു ഭയാനകമായ കാര്യം എന്ന് പറഞ്ഞാൽ അവരിൽ വരുന്ന നല്ലതിനും ചീത്തയും നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അത് ഒരു പാരന്റ് അല്ല, പാരന്റ്സ് തന്നെയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ്. പല സാഹചര്യങ്ങളിലും ഗ്രാൻഡ് പാരന്റ്സും വരാറുണ്ട്. കാരണം വളരെ നല്ല രീതിയിൽ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ കൂടെ ആയിരിക്കും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, അതായത് നമ്മുടെ പാരന്റ്സും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ സാഹചര്യങ്ങളിൽ വരുന്ന മറ്റൊരു പിഴവ് എന്താന്ന് വെച്ചാൽ ഈ കുട്ടികളെ പേരക്കുട്ടികൾ ഗ്രാൻഡ് ചിൽഡ്രൻസ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പാമ്പറിങ് കൂടുതലായിരിക്കും അവരോട്, പേരക്കുട്ടികളോട് ഗ്രാൻഡ് ചിൽഡ്രൻസിനോട് കൂടുതലായിരിക്കും. ആ സമയം ഇവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തിരുത്തുമ്പോൾ അല്ലെങ്കിൽ ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന രീതി നമുക്ക് കൃത്യമായ പാരന്റിങ് അവയർനെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഇവരെ നമ്മൾ പാരന്റിങ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇവരെ ട്രെയിൻ ചെയ്യുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ചില ഗ്രാൻഡ് പാരന്റ്സ് എങ്കിലും പറയാറുണ്ട്, നിങ്ങൾ ആദ്യം നേരാകുക എന്നിട്ട് കുട്ടിയെ നേരാക്കുക പറയും. ഇത് കേൾക്കുന്ന കുട്ടി ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യം അനുസരിക്കാനും പോകുന്നില്ല. ആ കുട്ടി നേരെ ഉൾട്ടേണ്ടടിക്കും ഇത് കേൾക്കുന്നതോടുകൂടി. ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇത് പറയുന്നുണ്ടാകുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുട്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് പാമ്പറിങ്ങിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഇവിടെ സംഭവിക്കുന്നത്. കുട്ടിക്ക് കൊടുക്കുന്ന പേരക്കുട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന നിലയിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പാമ്പറിംഗ് ആണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അതിന്റെ ഭയാനകമായ മറ്റൊരു മുഖം നമുക്ക് കാണേണ്ടി വരും ഭാവിയിൽ. നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കാത്ത രീതിയിലേക്ക് ഇവരെത്തും. അതുകൊണ്ട് തന്നെ പാരന്റിങ് കൊടുക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അച്ഛൻ അമ്മ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഇതൊക്കെ കിട്ടിയിരിക്കണം. പാരന്റിങ് സെഷനിൽ ഇതുപോലെ നമ്മൾ വെബിനാറുകൾ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഓഫ്ലൈൻ പാരന്റിങ് സെഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ, സ്കൂളുകളിൽ പാരന്റിങ് സെഷൻസ് കൊടുക്കുമ്പോൾ എല്ലാവരും അച്ഛനെയും അമ്മയെയും ക്ഷണിക്കും. വീട്ടിലുള്ള മറ്റുള്ള അവരുടെ പാരന്റ്സ് ആയിട്ടുള്ള പാരന്റ്സിനെ വരെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട ഒരു സ്ഥലമാണ് പാരന്റിങ് സെഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം. ഇന്നിത് കൂടുതൽ അവൈലബിൾ ആണ് നമുക്ക് പാരന്റിങ്. എല്ലാ പാരന്റ്സിനും എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള സെഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും കിട്ടുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. ഇതുപോലെ വെബിനാറുകൾ നടത്തിക്കൊണ്ട് വീട്ടിലുള്ള ആളുകൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിലുള്ള ന്യൂ പാരന്റ്സ് വരുന്നുണ്ട്, അവരുടെ പാരന്റ്സ് ആയിട്ടുള്ള ആളുകളൊന്നും ഇതിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും ഒരുപോലെ എത്തിയാലേ ഉള്ളൂ ഇതൊക്കെ കുറച്ചുകൂടി കൂടുതൽ വർക്ക്ഔട്ട് ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എതിർക്കാൻ നമ്മുടെ പാരന്റ്സ് അവിടെ ഉണ്ടായിരിക്കും. ചുരുക്കം ചില വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ അതുപോലെയൊന്നും അല്ല, വളരെ കൃത്യമായ ഒരു ധാരണയ്ക്കുള്ള അവയർനെസ് ഒക്കെ കിട്ടിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ല, നല്ല രീതിയിലുള്ള പാരന്റിങ് ഒക്കെ കിട്ടുന്നുണ്ട്. ആ രീതിയിൽ അവരുടെ കുട്ടികളിൽ മാറ്റങ്ങളും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളും വരുമ്പോൾ ഇതിലൊന്നും പെടാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇതിലേക്കൊന്നും പോവാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ കാണാൻ സാധിക്കുമല്ലോ. വളരെ കൃത്യമായ രീതിയിൽ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും
എല്ലാം വാല്യൂ കൊടുക്കുന്ന, ഓരോ വസ്തുവിനും വാല്യൂ കൊടുക്കുന്ന മക്കളായി നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് കൊണ്ടാണ് അവർ അതിലേക്ക് പോവാതിരിക്കുന്നത്. എല്ലാത്തിനും കൃത്യമായ വാല്യൂ കൊടുത്തുകൊണ്ട് വളരുന്ന മക്കളായിട്ട് വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് ആ കുട്ടികൾ അതിലേക്ക് പോവാതെ വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് നിലനിൽക്കുന്നത്. എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഈ കുട്ടികൾ കാണിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓപ്പൺ പാരന്റിംഗ് ആണ്. പാരന്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് എന്ത് സാഹചര്യമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഇനി അവർക്ക് വരുന്ന ഓരോ കാര്യം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളോട് വന്ന് പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ഏത് തരം സാഹചര്യമാണെങ്കിലും ഏത് തരം വിഷയമാണെങ്കിലും എല്ലാ വിഷയവും വളരെ ഓപ്പൺ ആയിട്ട് ഇന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാൻ തക്കവണ്ണം നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമ്മളവിടെ ജഡ്ജ്മെന്റൽ മെന്റാലിറ്റിയോട് കൂടി കാണാതെ അവരെ നമ്മുടെ കുട്ടികളായി വളരെ ട്രസ്റ്റോടു കൂടി വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരാളായി നമുക്ക് കുട്ടികൾക്ക് ഫീൽ ചെയ്യണം. അവർക്കുണ്ടായ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ നല്ല അനുഭവമായിരിക്കും, പലതരത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ കൂടെയുള്ള ഒരു കുട്ടിയോട് തോന്നി അല്ലെങ്കിൽ ഒരാളോട് തോന്നിയിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും അവർ നമ്മളോട് വന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളോട് വന്ന് ഷെയർ ചെയ്യും. ആൾസോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരിത് എങ്ങോട്ടാണ് ഈ റൂട്ട്, ഈ കുട്ടിയുടെ റൂട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം, ഒരു ഓപ്പൺ ആയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കണം. എങ്കിലേ കുട്ടികൾ നമ്മളിലേക്ക് വരൂ. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ കൊടുത്താൽ മാത്രമേ നമ്മൾ ജഡ്ജ്മെന്റൽ ആവരുത്. നമ്മൾ അവരോട് പൂർണ്ണമായ വിശ്വാസം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ആൻഡ് ദെൻ അങ്ങനെയുള്ള ഒരു പാരന്റ്സ് ആണ് നമ്മളെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നിയാൽ പോലും അവര് നമ്മളോട് വന്ന് പറയും എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് പറയും. അവര് നമ്മളോട് വന്നിട്ട് ഈ അനുഭവം അവർ ഷെയർ ചെയ്യും. സംടൈം ഇവര് ചിലപ്പോ വലിച്ചിട്ടുണ്ടായിരിക്കും, അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഉപയോഗിച്ചിട്ടും പറയാതിരിക്കുന്നതാണോ, ഉപയോഗിച്ചതിന് ശേഷമാണെങ്കിലും അതൊന്ന് വന്ന് നമ്മളോട് സൂചിപ്പിക്കുന്നതാണോ ശരി? ഉപയോഗിച്ചിട്ടും പറയാതിരിക്കുമ്പോൾ നമ്മളിത് അറിയാനേ പോകുന്നില്ല. ഉപയോഗിച്ചിട്ട് പറയുമ്പോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഉപയോഗിച്ചിട്ടും പറയുന്നതല്ലേ ശരി? അപ്പൊ അതങ്ങനെ തെറ്റ് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു, എന്നാലും പ്രശ്നമില്ല, ഞാനത് എന്റെ വീട്ടിൽ പറയട്ടെ എന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഓപ്പൺ ആയിരിക്കണം. നമ്മൾ ഒരു ഓപ്പൺ ബുക്ക് ആയിട്ട് അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കണം, ഓപ്പൺ പാരന്റ് ആയിരിക്കണം. എല്ലാതരം വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ തരത്തിലുള്ള രീതിയിൽ നമ്മൾ അവരോട് ഓപ്പൺ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും അവർ നമ്മളോട് ഷെയർ ചെയ്യും. നമ്മളോട് ഷെയർ ചെയ്യുന്നതോടുകൂടി നമ്മൾ ജഡ്ജ്മെന്റലോട് കൂടി അല്ല എടുക്കുന്ന, അവരോട് ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നമ്മളോട് ഷെയർ ചെയ്യും. ദെൻ അതൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാലോ. അതൊരു വലിയ പ്രോബ്ലമായി മാറാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ആക്ഷൻ എടുത്ത് അവരെ അതിൽ നിന്ന് സേഫ് ആക്കാൻ സാധിക്കും. എന്നാൽ അവര് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ജീവിച്ചാലും അവരെപ്പോഴും നമ്മളോട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അവരുടെ എല്ലാ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മളോട് ആദ്യം തന്നെ വന്ന് നമ്മളോട് ഷെയർ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ട്ടോ, ഞാനിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കും. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്താനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് ലഭിക്കും. അതേസമയം നമ്മളുമായിട്ട് ഒന്നും ഷെയർ ചെയ്യാത്ത ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടിയെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അറ്റ് ലാസ്റ്റ് ഇത് എന്തെങ്കിലും വലിയ പ്രശ്നമായി മാറി വലിയ പ്രോബ്ലമായി മാറിയതിനു ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നുണ്ടാകുക. അവര് ലോകത്തുള്ള എല്ലാവരോടും പറഞ്ഞാലും നമ്മളോട് വന്ന് പറയാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. അവർക്ക് പേടിയാണ്. നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രതികരണം എങ്ങനെയാണ്, ഇതിപ്പോ ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടിയുണ്ടാവും, മടി കിട്ടും എന്നുള്ള പേടിയുണ്ടാവും. വീട്ടിൽ ഇതിപ്പോ വലിയ പ്രശ്നമായി മാറും, വീട്ടില് ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ അവരോട് പ്രതികരിക്കുന്നത് എങ്കിൽ അവര് നമ്മളോട് ഒന്നും തന്നെ വന്ന് പറയാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഓപ്പൺ പാരന്റിങ് കീപ്പ് ചെയ്യണം. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഇവരോട് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ.
നീ അന്ന് കണ്ടില്ലേ, അന്ന് അങ്ങനെ ഉപയോഗിച്ച, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തോക്ക് എന്നൊരു വിഷയം ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ കളിക്കാൻ കൊടുക്കുന്ന സാധനമാണ്. ഈ കുട്ടികൾ ഇത് വാങ്ങി കളിക്കാൻ കൊടുക്കുമ്പോൾ ഇവരിത് നിസ്സാരമായ ഒരു സാധനമായി ഇവരിതിനെ കരുതുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് തോക്ക്? ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന, ഒരാളെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തോക്ക്. ഈ തോക്കിനെ ഒരു കളിപ്പാട്ടമാക്കി മാറ്റിക്കൊണ്ട് ചെറിയ കുട്ടികൾ ഇത് വെച്ച് കളിക്കുന്നു. ഈ കുട്ടികൾക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവില്ല. നമ്മളൊരു കളിപ്പാട്ടം എന്ന നിലയിൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇത് ഉപയോഗിച്ച് കളിച്ച് വളർന്ന കുട്ടി വലുതായാലും ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ലാഘവത്തോടു കൂടി അവർക്ക് അതൊരു പ്രശ്നമേ അല്ലാതെ അവരത് ഉപയോഗിക്കാൻ ശീലിക്കും, അത് അവർ ഉപയോഗിക്കും. അതൊരു കളിപ്പാട്ടം എന്നുള്ള ഒരു ചിന്ത തന്നെ അവരുടെ കുട്ടികളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികളാണെങ്കിൽ പോലും അത് വാങ്ങിക്കൊടുക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മളത് വേണ്ട എന്ന് അവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് വേണ്ട, എനിക്കത് വേണം എന്ന് തന്നെ പറയുള്ളൂ. അപ്പൊ നമ്മളൊരു ഉദാഹരണം വെച്ചിട്ട് അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ കണ്ടിട്ടില്ലേ ഒരുപാട് ആളുകളെ കൊന്നിട്ടുള്ള, ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളവരുടെയൊക്കെ കയ്യിൽ ഈ സാധനം കണ്ടിട്ടില്ലേ? ഒരുപാട് ആളുകളുടെ ജീവൻ കളയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇതൊരു കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ല. ഈ ഉപകരണം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുട്ടികൾ, വീട്ടിലുള്ളവർ, അവർക്ക് അമ്മ നഷ്ടപ്പെടുന്ന, അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടമാകാൻ കാരണമായ ഒരു ഉപകരണമാണിത്. അതുകൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഒരു ഉദാഹരണം, എക്സാമ്പിൾ ഉണ്ടായിരിക്കണം. ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം കുട്ടികളോട് പറയാൻ. അപ്പൊ അവർക്ക് ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്ത് കാര്യം തിയറി ആയിട്ട് പറയാതെ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ അവർക്ക് ഒന്നുകൂടി മനസ്സിലാവുമല്ലോ. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് വേണം നമ്മൾ കുട്ടികളോട് പറയാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി അതിന്റെ ഓരോ ആളുകളുടെ വികാരങ്ങളും അവരുടെ പ്രശ്നങ്ങളും എംപതിയും സിമ്പതിയും ഒരുപാട് വിഷയങ്ങൾ, ദേഷ്യവും ഫ്രസ്ട്രേഷനും, അങ്ങനെ ഓരോ തലത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാകുമ്പോൾ ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് എന്ന കാര്യം അവരിൽ ഉണ്ടാവില്ല. അവർക്ക് ഇത് വളർന്നു കൂടി വരും. അത് ലഭിക്കാത്തതുകൊണ്ട് നമ്മളെല്ലാം അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അതിന്റെ ഒരു അർത്ഥതലങ്ങളും അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു വരുന്നത്. എനിക്ക് ലഭിക്കാത്തതെല്ലാം ഞാൻ എന്റെ കുട്ടിക്ക് കൊടുക്കുന്നു. എന്റെ കുട്ടി സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ കുട്ടി വിഷമിക്കുന്നത് ഇഷ്ടമല്ല, അതിന്റെ മറ്റുള്ള ദൂഷ്യഫലങ്ങളെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിന്തിക്കുന്നില്ല, കുട്ടികൾ ചിന്തിക്കുന്നില്ല, ചിന്തിക്കാനുള്ള സാഹചര്യം അവർക്കില്ല. അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം ലഭിക്കുകയാണ്, അതെല്ലാം അവർക്ക് ലഭിക്കുകയാണ്, എല്ലാം അവൈലബിൾ ആണ്. ഒന്നും അവർക്ക് ലഭിക്കാത്തതായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. സ്നേഹത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, സ്നേഹക്കുറവിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, ദേഷ്യത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവർക്കെല്ലാം ഇത് ക്വൈറ്റ് നാച്ചുറൽ ആണ്, സിമ്പിൾ ആണ്, ഈസിയാണ്. ഇതിന്റെ മറ്റുള്ള തലത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഒന്നും ഇവരുടെ ജീവിതത്തിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു വരുന്നത്. മുഴുവനായി ഇത് കുറഞ്ഞു വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതേസമയം നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികളിൽ കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ, ചെറിയ പ്രായം തൊട്ടേ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരിൽ ഇതുണ്ടാവും. ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് വലിയ രീതിയിൽ വരില്ല. അതുകൊണ്ട് തന്നെ വലിയ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും ഇവർ അതിലേക്ക് പോവാണ്ട് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് ജീവിച്ചോളും. പക്ഷെ ഇത് നഷ്ടപ്പെട്ട കുട്ടികളുണ്ടല്ലോ, അവരിനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൃത്യമായ അവയർനെസ് കൊടുക്കുക. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്, എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യണം, നമ്മുടെ ലൈഫിൽ അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അതിന്റെ കൃത്യമായ ഒരു ധാരണ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി നമ്മൾ അവരുടെ പാസ്റ്റിലേക്ക് പോയി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവരെ നീ ഇങ്ങനെയൊക്കെ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഞാൻ പറഞ്ഞത് മാത്രം അനുസരിച്ചാൽ മതി, ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി പറഞ്ഞ് ഞാൻ അവരത് കേൾക്കാനേ പോകുന്നില്ല. അവർക്ക് അതിന്റെ മറ്റുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ അവർക്ക് ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ കൃത്യമായ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ
അവർക്ക് കുറച്ചും കൂടിയും മനസ്സിലാക്കാനും നമ്മൾ പറയുന്നത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറച്ചും കൂടി സാധ്യമാകും. അനുസരണക്കേടൊക്കെ കുട്ടികൾ കുറെ കുറഞ്ഞു വരും. അവരതിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കാൻ തുടങ്ങും. കൃത്യമായി ചിന്തിച്ചുകൊണ്ട് ഓരോന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിക്കും. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇതൊക്കെ തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. ഒന്ന് വളർത്തിയെടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കുറവ് അവർക്ക് വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ കുട്ടികളിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ എത്തിയ കുട്ടികൾ വരുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളെ മാറ്റിയെടുക്കാൻ, അനുസരണക്കേട്, ചിന്തിക്കാനുള്ള കുറവ്, അവരുടെ ദേഷ്യം, വാശി, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും താങ്ങാൻ ശേഷിയില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആക്കി മാറ്റാൻ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അവരിൽ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞ പോലെ തന്നെ ഇതിനെല്ലാം നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഇതെല്ലാം ചെയ്യേണ്ട എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. നമ്മൾ അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ അവർക്ക് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് അവരുടെ ജീവിത അവസാനം വരെ അവർക്ക് സ്ട്രോങ് ആയി, അവർ മെന്റലി സ്ട്രോങ് ആക്കേണ്ട, അവരെ എല്ലാ സാഹചര്യവും താങ്ങി നിർത്തേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല? അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അവരെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ മാറുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബേസിക് നീഡ്സ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വെള്ളവും വസ്ത്രവും വായുവും വസ്ത്രവും എഡ്യൂക്കേഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അവരുടെ ലൈഫ് ലോങ് അവർക്ക് മുതൽക്കൂട്ടാവേണ്ട, അവരെ സ്ട്രോങ് ആയി ഒരു പില്ലറായി താങ്ങി നിർത്തേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അവരെ താങ്ങി നിർത്തേണ്ട ഒരു കാര്യമാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ തക്കവണ്ണം ശേഷിയുള്ള ഒന്നാണത്. ഏത് തരം പ്രശ്നം വന്നാലും ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ഒരാൾക്ക് അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. വൈകാരികമായിട്ടുള്ള വിഷമങ്ങളാണെങ്കിലും മറ്റുള്ള ഏത് തരം വിഷമങ്ങൾ വന്നാലും അതിനെയെല്ലാം ചലഞ്ചിങ് ആയിട്ട്, ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു വിഷയത്തെ മാത്രം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതല്ലേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം അതൊക്കെയാണ്. ഇതിനെല്ലാം നമ്മൾ റെസ്പോൺസിബിൾ ആണ്. എല്ലാ കാര്യം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവരിലെ തെറ്റിനും ശരിക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ശരിക്കും മാത്രമല്ല, അവർ ചെയ്യുന്ന നല്ലതിനും മാത്രമല്ല, അവർ ചെയ്യുന്ന ഓരോ തെറ്റായ പ്രവൃത്തികൾക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ പാരന്റ്സ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് നമ്മൾ പാരന്റ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്? അവരൊറ്റയ്ക്കോട് വിട്ടാൽ പോരെ? നമ്മൾ നമ്മുടെ കൂടെ നിർത്തി ഒരു പ്രായം വരെ നമ്മുടെ കൂടെ നിർത്തി വളർത്തുന്നു, എന്നിട്ട് അവരെ ഒറ്റയ്ക്ക് വിടുന്നു. ഈ പ്രായം വരെ കൊടുക്കേണ്ട പല കാര്യങ്ങളും കൊടുക്കാതെ അവർ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവർക്ക് ലഭിക്കാതിരുന്ന കാര്യങ്ങളെല്ലാം അവർ തേടി പോകുന്നു. അവരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കൊണ്ടുപോയി. ഇതിന്റെ എന്തുകൊണ്ട് റെസ്ട്രിക്ട് ചെയ്തു എന്ന് അവർക്ക് അറിയില്ല. അവരെ റെസ്ട്രിക്ട് ചെയ്തു എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിനുശേഷം ഇവർക്ക് അവർ ഒറ്റയ്ക്ക് പോകുന്ന സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം ഇവര് കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം കിട്ടുകയാണ്. ഇവരോട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ലൈസൻസ് കിട്ടുന്ന ഒരു തലത്തിലേക്ക് ഇവരെത്തുമ്പോൾ അവർക്ക് അത്രയും നാളും അവരെ റെസ്ട്രിക്ട് ചെയ്ത് എല്ലാം അവർ എക്സ്പ്ലോർ ചെയ്യും. അതേസമയം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്തിനാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവര് തന്നെ പറയാണ് എനിക്കിത് വേണ്ട, ഞാനത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇവര് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് തരം സാഹചര്യത്തിൽ എത്തിയാലും എക്സ്പ്ലോർ ചെയ്യാൻ എങ്ങനെയൊക്കെ അവസരം ലഭിച്ചാലും അവരത് വേണ്ട എന്ന് വെക്കാനുള്ള ധൈര്യം കാണിക്കും. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും മനസ്സിലാവും. അത് എങ്ങനെ എന്റെ ലൈഫിനെ ബാധിക്കും, എന്റെ മറ്റുള്ള കരിയറിനെ ബാധിക്കും, റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നൊക്കെ ചിന്തിക്കാനുള്ള ശക്തി അവർക്കുണ്ടാവും. അവരത് അതുപോലെ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളിൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് തന്നെയാണ്. പാരന്റിങ് കൃത്യമായി നമ്മൾ അവെയർഡ് ആയിരിക്കണം. പാരന്റിങ്ങിന്റെ വിഷയത്തിൽ അവയർനെസ് ഉണ്ടായിരിക്കണം.
ചെറിയ കുട്ടികളെ വളർത്തിയെടുക്കുന്ന സാഹചര്യം തൊട്ട് ഓരോ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിച്ച് വേണം വളർത്തിയെടുക്കാൻ. എല്ലാത്തിനും നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. ആൻഡ് നമുക്ക് സംഭവിച്ച ഈ പാകപ്പിഴകൾ കാരണം സംഭവിച്ച കുട്ടികൾ, ഇന്നുള്ള ജെൻ സി കുട്ടികളെ ജെൻ ആൽഫ കുട്ടികളെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവരെ മാറ്റുന്നതോടൊപ്പം നമ്മൾ മാറണം. അവർക്ക് കൊടുക്കാനുള്ള, അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവരിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇനി വരുന്ന ഏപ്രിൽ 21 തൊട്ട് 25 വരെ ദിവസങ്ങളിലായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു കോഴ്സ് തന്നെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് പോസ്റ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നവരെല്ലാം അഡ്മിഷൻ എടുക്കുക. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം കുട്ടികളിൽ കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, അതെല്ലാം ചെയ്യുക. പാരന്റ്സ് ആണ് എന്ത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ചെയ്യുക. തീർച്ചയായും നല്ലൊരു ഭാവിയിൽ നല്ലൊരു ഊർജ്ജസ്വലതയോടെയുള്ള, തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ള നല്ല കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും, നമുക്ക് കാണാനും സാധിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ട് വളരെ സമാധാനമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ തീർച്ചയായും സാധിക്കും. അതിനെല്ലാം എല്ലാവർക്കും സാധിക്കട്ടെ. ഓരോ പാരന്റിങ് സെഷനും ആരും അവോയ്ഡ് ചെയ്യരുത്. എല്ലാം നമുക്ക് ലഭിക്കുന്ന അവയർനെസ് ആണ്. എല്ലാവരും പാരന്റിങ് സെഷൻസ് മാക്സിമം ജോയിൻ ചെയ്യുക, പ്രയോജനപ്പെടുത്തുക എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് നമുക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഷെയർ ചെയ്യാം. മാം, ഓക്കെ. യെസ്. ആരും ചോദിക്കണൊന്നും കേട്ടില്ല. ഞാൻ ഇല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെ തോന്നുന്നുണ്ട്. ദെൻ റെക്കോർഡ് കേൾക്കുന്നവരുണ്ടാകും യൂട്യൂബിൽ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിൽ കേൾക്കുന്നവരുണ്ടെങ്കിലും തീർച്ചയായും ഗ്രൂപ്പിൽ എന്താണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അത് എടുക്കാൻ താല്പര്യം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. 5 ദിവസത്തെ നല്ലൊരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ കോഴ്സ് വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദി ആക്റ്റീവ് ലിസണിങ്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള പാരന്റിങ് സീരീസുമായിട്ട്, പാരന്റിങ് സെഷൻസുമായിട്ട് തീർച്ചയായിട്ടും ഇനിയും വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഇന്നത്തെ സെക്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള വെബിനാർസ് ഇനി ഉണ്ടായിരിക്കുന്നതായിരിക്കും.